ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദേ ഒരു കാര്യം കാണിച്ചു തരാവേ. നോക്കിയാൽ ഈ പേരച്ചെടി ഉണ്ടോ? നമുക്കിതിലെ പേരയ്ക്ക പറിച്ചെടുക്കാം. നല്ലതായിട്ട് വിളഞ്ഞ് നിൽക്കുക. ഇത് തായ്ലൻഡ് പിങ്ക് ഇനത്തിൽപ്പെട്ട ഒരു പേരച്ചെടിയാണ്. ഇത് ശരിക്കും ഉണങ്ങിപ്പോകുന്ന ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഞങ്ങൾ പറമ്പിലിടയ്ക്ക് മണ്ണിട്ട് ഒന്ന് പൊക്കിയായിരുന്നു. അപ്പോൾ ഈ ജോലിക്കാർ ആ മണ്ണിടുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ മണ്ടയൊക്കെ ചവിട്ടി നാശമാക്കി മണ്ടയെല്ലാം ഒടിച്ചു കളഞ്ഞായിരുന്നു. അപ്പോൾ ഉണങ്ങിപ്പോകുന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ അതിനെ നേരെയാക്കി വെച്ചു, വളമൊക്കെ ഇട്ട് ഒരു കുഞ്ഞിനെ പോലെ നോക്കി ഞങ്ങൾക്ക് കിട്ടിയ അവൻ ഞങ്ങൾക്ക് തന്ന സമ്മാനം കണ്ടോ? നല്ല വലിപ്പമുണ്ട്. ഇത്ര വലിപ്പമുള്ള പേരയ്ക്ക ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. വേറെ 1-2 ഇനത്തിൽപ്പെട്ടതുണ്ട് കേട്ടോ. അകത്ത് നല്ല റെഡ് കളറിലുള്ള, ഇതിൻ്റെ അകം പിങ്ക് കളറാണ്. നല്ല ടേസ്റ്റുള്ള പേരയ്ക്കയാണ്. നേരത്തെ ഇവിടെ അത്ര ഫ്രൂട്ട്സിൻ്റെ ചെടികളൊന്നും ഇല്ലായിരുന്നു, മരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഈ പറമ്പിലെല്ലാം കുറേ ആഞ്ഞിലിയും തേക്കും അങ്ങനെയുള്ള മരങ്ങളായിരുന്നു കൂടുതൽ. അപ്പോൾ അതെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പോൾ കുറേയധികം ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കിയാൽ പേരയ്ക്കയുടെ വലിപ്പം കണ്ടോ? ഇത് പിങ്ക് കളറാകത്തെ. ഇത് കണ്ടോ ഞങ്ങളുടെ മാവും പൂത്തു. ഇത് കണ്ടോ, ചെറുപ്പത്തിലെ പൂത്ത കണ്ടോ? കുറേ പ്രാവശ്യം 4-5 മാങ്ങ പിടിച്ചിട്ടുണ്ട്. റെഡിയായി വരുമോ എന്നറിയത്തില്ല, ആദ്യമായിട്ട് പിടിച്ചതല്ലേ. പിന്നെ ഒരു പ്ലാവുണ്ട്. പിന്നെ വേറെയും കുറേയധികം ഫ്രൂട്ട്സ് ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ. വേനലായതുകൊണ്ട് എന്നും നമ്മളിതിനെല്ലാം വെള്ളം കൊടുക്കണം. ഇത് വേറൊരെണ്ണത്തിൽപ്പെട്ട മാവാണ്. നമുക്ക് ചെത്താം. ഇത് ശരിക്കും ചെത്തേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലിങ്ങനെ ചെറിയ സ്പോട്ട് പോലെ ഉള്ളത് കൊണ്ടാണ്. ചെത്താതെ കഴിക്കുന്നതാണ് നല്ലത്. കണ്ടോ, അതിൻ്റെ കളറ് പിങ്ക് കളറ് കണ്ടോ? നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഇത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാനും ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് മറ്റേ സാധാ അല്ലാതെ കഴിക്കുന്നത്, അതിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. മറ്റേത് നല്ലതാണ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.